ഇപ്പൊ തിരുവോണം ബമ്പർ ലോട്ടറി അടിച്ചത് പുരുഷനല്ലല്ലോ, സ്ത്രീ എന്നാ സൂചന. ഇല്ല, ഞങ്ങളിങ്ങനെ ഈ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞ കാരണമാണ് ആ പുള്ളി എന്നോട്. അഷ്മി, ഒരു സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ആ സ്ത്രീയാണെന്നൊരു സംശയം പ്രകടിപ്പിച്ചത് ഇദ്ദേഹമാണ്. എന്തായാലും ഇദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. മിണ്ടാതെ പോയി. പുള്ളി അവർക്ക് ചിലപ്പോൾ പേടിയായിട്ടായിരിക്കും, പറയാനുള്ള പേരറിയില്ല ആണെന്നാ തോന്നുന്നു കേട്ടാ. അറിയില്ല വരുമെന്നാണ് പറഞ്ഞത്, എങ്ങനെയൊന്നും അറിയില്ല. അതാണെന്ന് നോക്കട്ടെ. ആണെങ്കിൽ ചിലപ്പോ പറയാൻ പറ്റും, ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ആളെ കിട്ടിയിട്ടില്ല. ആരെ സ്ത്രീ വന്നിരുന്ന് നേരത്തെ എൻ്റെ അടുത്ത് തന്നെ വന്നത്. പക്ഷെ അതാണോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴും ഇതെപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. ഇല്ലില്ല, എന്നെ കാണിച്ചിട്ടില്ല. ഇന്നലെ ഒരു സ്ത്രീ ഇപ്പതേ ഫോൺ വന്നു തുടങ്ങി. അങ്ങനെ ധാരണ മാത്രമേ ഉള്ളൂ കേട്ടോ, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇല്ലില്ല, സുഹൃത്തിനെ കാണിച്ചു. ഹാഷ്മി, എന്തായാലും ഒരു സ്ത്രീക്കാണ് ടിക്കറ്റ് അടിച്ചെന്ന സൂചന തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇന്നലെ ആ സ്ത്രീ ഇവിടെ വന്നു എന്നും അവർ പറയുന്നുണ്ട്. അതായത് ഈ ഇന്നലെ വന്ന് തന്നോട് സംസാരിച്ച സ്ത്രീക്കാണ് എന്നുള്ള സംശയത്തിലാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ ആളിപ്പോൾ ഇവിടെ ഇല്ല, ആള് വീട് പൂട്ടിയ നിലയിലാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്ത് മുഖേനയാണ് അത് ആ സ്ത്രീക്കാണ് ടിക്കറ്റ് അടിച്ച സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു 12 മണി വരെ നമുക്ക് കാത്തിരിക്കാം. ആ 12 മണിയോടെ തന്നെ തീരുമാനമാകും ആർക്കാണ് ടിക്കറ്റ് അടിച്ചെന്ന കാര്യത്തിൽ. കാരണം ഇന്ന് ലോട്ടറി ഏജന്റ് ലതീഷ് പറഞ്ഞിരിക്കുന്നതിൽ 12 മണിയോടെ തന്നെ ആളെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നാണ്. ആ നിലയിലാണെങ്കിൽ നമുക്കൊരു ഭാഗ്യവതിക്കാണ്, നെട്ടൂരിലെ ഒരു ഭാഗ്യവതിക്കാണ് ടിക്കറ്റ് അടിച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ വരെ നമ്മൾ നെട്ടൂരുകാർ തന്നെയാണ് ടിക്കറ്റ് അടിച്ച വിവരം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. പക്ഷേ ഇന്ന് രാവിലെ ഈ ലതീഷ് പറഞ്ഞിരിക്കുന്നത് നാളെ എന്തായാലും ടിക്കറ്റ് അടിച്ചയാളെ നമുക്ക് മനസ്സിലാവുമെന്നാണ്. പക്ഷേ അല്പസം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം 12 മണിക്ക് മുന്നേ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി തരാമെന്ന് കടയിൽ സുഹൃത്ത് മുഖേന അറിയിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് 12 മണിക്ക് മുമ്പായി തന്നെ അവരെ കടയിലെത്തിച്ച് മാധ്യമങ്ങളെ കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ നിലയിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ശ്രമം നെട്ടൂരുകാരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. കാരണം വലിയ തിരക്ക് ഈ കടയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇന്നലെയാണ് ഇവിടെ ലോട്ടറി ടിക്കറ്റ് അടിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം ഈ കടയിലേക്ക് നിരവധി പേർ വന്നു പോകുന്നു. ഇത് ആരാണ് സംബന്ധിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ അല്പസമയം സംസാരിച്ച ആൾ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ആ സ്ത്രീ, അതായത് ലോട്ടറി അടിച്ച് സംശയിക്കുന്ന ആൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടുത്തെ ഒരു സാഹചര്യം എല്ലാം മനസ്സിലാക്കി പിന്നീട് പോയിരുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ആ വീട്ടിൽ ആ സ്ത്രീ ഇല്ല. അതുകൊണ്ട് ആ സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ നെട്ടൂരിലെ ഈ പരിസരവാസികളും അതോടൊപ്പം തന്നെ ഈ ലോട്ടറി ഏജന്റായ ലതീഷും ഈ കാര്യങ്ങളൊക്കെ അല്പസമയത്തിന് അറിയാം ചേട്ടനാണോ ചേച്ചിയാണോ എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം. അല്പസമയത്ത് 12 മണിക്ക് മുമ്പ് ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും അങ്ങോട്ടേക്ക് വരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത് ഒരു ചേച്ചിയാണെങ്കിൽ അത് അപൂർവമാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങനെ ലോട്ടറി അടിച്ച് എത്ര വാർത്ത നമ്മൾ കേട്ടു, എനിക്ക് ഓർത്തിട്ട് ഓർമ്മയിൽ വരുന്നില്ല. എന്തായാലും ആർക്കാണെങ്കിലും ഭാഗ്യവാനാവട്ടെ ഭാഗ്യവതി ആവട്ടെ, അല്പസമയത്തിനകം നമുക്കറിയാം എന്നുള്ളതാണ് നിതിൻ അംബുജൻ ലോട്ടറി സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.